പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും
പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുക. ആമേൻ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നിസ്സാരമായ ഒരു വചനമല്ല. ഇതിന്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ തന്നെ നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് ബി നോട്ട്. അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന്, ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ നോക്കി, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്.
ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുന്നോമന മകന്. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്, ഓളം കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്നാ വചനം ഒന്നൊരു വായിച്ചേ. ലൂക്കാ 4:1. ലൂക്കാ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. പൗലോസ്, ഞാൻ കോതമംഗലത്ത് ചേലാട് ബസാനിയ പള്ളിയിലെ ഇടവക അംഗമാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉള്ള സമയത്ത് എൻ്റെ ചേച്ചിമാരുടെ കൂടെ അവർ ഉടമ്പടി പുതുക്കാൻ നേരത്താണ് ഞാനിവിടെ വന്നത്. വെറുതെ വന്നതാണ്. വന്നപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തു കളയാം, ഇത്രയും അനുഭവങ്ങളുള്ളൊരു സ്ഥലമാണല്ലോ അമ്മയുടെ അതിനോർത്ത് ഞാനും കൂടി ഒന്ന് ആ ഉടമ്പടി എടുത്തു. അമ്മയ്ക്കും യേശുവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക്. ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യമാണ്, എനിക്ക് അലർജി രോഗം വന്നിട്ട് 8 വർഷമായിരുന്നു. എൻ്റെ അരക്കൂടിനും തുളയ്ക്കുമൊക്കെ തൊലി പോയിട്ട് ഫംഗസ് അണുക്കളാണ്. അതുകൊണ്ട് ഒത്തിരി നാൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ 2014 മുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്ത് ചെയ്താലും ഈ രോഗം മാറില്ല, ഫംഗസ് അണുക്കൾ രക്തത്തിൽ കലർന്നിരിക്കുകയാണെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലമെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ മേത്ത് പറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു പാട് പോലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അലർജി മുഴുവനും മാറിക്കിട്ടി. ദൈവത്തിനോടും മാതാവിനോടും യേശുവിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വീടില്ലാണ്ടായിട്ട് 10 വർഷമായി. 2012 വീട് വിട്ടതാണ്. ആ വീട് വാടകയ്ക്ക് താമസിക്കാറുണ്ട് 10 വർഷമായിട്ട്. അങ്ങനെ വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ വയ്ക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മോക്ക് ജോലിയുണ്ട് എന്നും പറഞ്ഞ ഒരു രീതിയിൽ ഞങ്ങൾക്കൊരു വീട് കിട്ടിയില്ല. സ്ഥലം മേടിച്ചിട്ട് 2 വർഷമായിരുന്നു. അതിനുശേഷം മക്കൾക്ക് ദൈവം മാതാവ് അവർക്ക് വീട് പണിയാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നു. ഇപ്പോൾ ഞങ്ങൾ വീട് കയറി താമസം കഴിഞ്ഞിട്ട് 2 മാസമായുള്ളൂ. അതുപോലെ തന്നെ
എൻ്റെ കുടുംബത്തിൽ ഒത്തിരി കടബാധ്യതകളിൽ നിന്നിട്ട് 5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. അത് ഒന്നിച്ച് കൊടുക്കാൻ ആദ്യം പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനോട് 2 തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു, പൈസയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം തരണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഗഡുക്കളായിട്ട് മാസങ്ങളിൽ ഗഡുക്കളായിട്ട് കാശ് കൊടുത്ത് തീർത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മരുമോൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പാസ്സായതായിരുന്നു, ജോലിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒമാനിൽ പോയി 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി ഒമാനിൽ പോയി ജോലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അങ്ങനെ എൻ്റെ കടബാധ്യത കൊടുത്തു തീർക്കാനും ദൈവം എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ ഈ വലത്തെ കൈയുടെ ഈ തന്താമരലിന് വാദമാണ്. അതുകൊണ്ട് പണിയെടുക്കാൻ പാടാണ്ട് ഞാൻ കഷായം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5-6 മാസം കഷായം കുടിച്ചു കഴിഞ്ഞിട്ടും ഇതിനൊരു കുറവും വരാതിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടിക്ക് വന്നു കഴിഞ്ഞാൽ. ഉടമ്പടി തൈലം പറ്റിക്കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച പറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കൈയുടെ വേദനയൊക്കെ മാറ്റി. ഇപ്പോൾ ഞാൻ നിത്യം പണിക്ക് പോകുന്നുണ്ട്. പണി തന്ന് വേദന മാറ്റി പണിയൊക്കെ തന്ന ദൈവത്തിന്, മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഭർത്താവ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഭയങ്കര വെള്ളാടിയായിരുന്നു. എന്നും വെള്ളയടിച്ച് എന്ത് പറഞ്ഞാലും കൺസേണില്ലാതെ ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എന്നും ഇവിടെ ഒരു നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റണമെന്നായിരുന്നു. അങ്ങനെ നിയോഗം വെച്ചത് ഭർത്താവിന് ശ്വാസമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശങ്കിൽ വേദന വന്ന് അറ്റാക്ക് വന്ന് ശ്വാസമുട്ടും വിഷമായി വേഗം അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല. അതോടുകൂടി അങ്ങനെ മദ്യപാനവും മാറിക്കിട്ടി. അതിന് ഞാൻ മാതാവിനോടും ദൈവത്തിനും നന്ദി പറയുന്നു. എലിസബത്ത് ഫ്രാൻസിസ്, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു. സെൻറ്റ് ജോസഫ് ചർച്ച് പെരമ്പൂർ ഇടവകയാണ്. അവിടെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മകളുടെ പേര് ഫിൻസി ഫ്രാൻസിസ്. മകൾക്ക് വിവാഹമായിട്ട് 6 വർഷമായി. പക്ഷേ 6 വർഷമായെങ്കിലും അവരൊരു സന്തോഷമായിട്ടിരുന്നാൽ അടിക്കടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മകൾ കുഞ്ഞുമായിട്ട് വീട്ടിൽ വരും. ഇത് തന്നെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ മകൾ ഇൻറ്റീരിയർ ഡിസൈനറാണ്, മരുമകൻ ഫിസിയോതെറപ്പിസ്റ്റാണ്. സോ സാമ്പത്തികമായിട്ടല്ല, എന്തൊക്കെയോ ഇഷ്യൂസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജനുവരി 22 ജനുവരി മാസം 2022 ഇതേ പ്രശ്നം ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫെബ്രുവരിയിൽ വീണ്ടും അവർ രണ്ടുപേരും വീട്ടിൽ പോയി. പക്ഷേ ഞാൻ ഒരേ ഒരു വിഷയം തന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇത് ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് എനിക്ക് നല്ലൊരു സൊല്യൂഷൻ തരണം മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് മാത്രമാണ് എനിക്കതെല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഡെയിലി രാവിലെ എണീറ്റ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ ഫെബ്രുവരി 27 ഞാനിവിടെ എൻ്റെ ചേച്ചിയും കൂട്ടി പാലക്കാട് നിന്ന് ഞാൻ രാവിലെ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല വന്നത്. രാവിലെ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചാൽ എനിക്കൊരു അനുഗ്രഹം കിട്ടും എന്നുള്ള വിശ്വാസത്താൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. ചൊവ്വാഴ്ച 28 അവിടെ ഞാൻ ചെന്നു. 3 എൻ്റെ മകൾ ഓഫീസിൽ നിന്ന് എനിക്ക് വിളിച്ചു പറയുകയാണ്, മമ്മി എനിക്ക് ഇതേപോലെ ദുബായിൽ പോകാനായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ്. ഞാൻ പോകട്ടെ, എന്തോ പറയുന്നെന്ന് ചോദിച്ചു. നല്ലതാണെങ്കിൽ ചെയ്തോ, ഫസ്റ്റ് നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നോക്ക്, അവൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് അങ്ങനെ വിടണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. മകൾ നമ്മൾ ചെന്നൈയിൽ തന്നെ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹമേ ഉള്ളായിരുന്നു. അപ്പം മരുമകനും പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാനും നിൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അതേ മാസം മാർച്ച് 29 എൻ്റെ മകൾ ദുബായിൽ പോയി. അവിടെ അവൾക്കൊരു ഇൻറ്റീരിയർ ഓഫീസിൽ നല്ല ജോലി കിട്ടി. 3 മാസത്തിൽ അവർ ഫാമിലി വിസ കൊടുത്തു. കുഞ്ഞിനെയും മരുമകനും അവിടെ പോയി. ഈ ഫാമിലി വിസ കിട്ടിയതിലും ഭയങ്കര ഒരു മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്. കാരണം ഓഗസ്റ്റ് 21 ഞാൻ തിരിച്ച് മാതാവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16 അവർ ഓഗസ്റ്റ് 16 അവിടെ വിസയ്ക്ക് വേണ്ടി റെഡിയാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ 18 എൻ്റെ മകളുടെ അടുത്ത് ചോദിക്കുന്നു, എന്തോ ആയി മോളെ, വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മോൾ എന്നെ വഴക്ക് പറഞ്ഞു, 3 ദിവസത്തിൽ എന്തോ വിസ കിട്ടാനാ മമ്മി, ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കാതെന്ന് പറഞ്ഞു. ஆனால் 19 വൈകുന്നേരം എൻ്റെ മകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വാട്സപ്പ് നോക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പം അതിനകത്ത് വിസയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ ഞാൻ 21 ട്രെയിൻ കയറുന്നതിന് മുമ്പേ ഒരു അടയാളം കാണിച്ചു തരണം, വിസ കിട്ടണമെന്നല്ലായിരുന്നു, പ്രോസസ്സിങ് സ്റ്റാർട്ടായെന്നൊരു അടയാളം കിട്ടണമെന്നായിരുന്നു. പക്ഷേ ഞാൻ 21 വണ്ടി കയറുന്നതിന് മുമ്പേ വിസയും
വേഗം വന്നു ടിക്കറ്റും എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. അവർ സെപ്റ്റംബർ 8-ാം തീയതി അവർ പോവുകയും ചെയ്തു. അപ്പോഴും ഞാൻ വന്ന് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം 21-ാം തീയതി കയറി 22-ാം തീയതി ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ട്രെയിൻ വരുമ്പോഴത്തേക്കും 11 o'clock ആവും. 3:40 ട്രെയിനിന് ഞാൻ തിരിച്ചു പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പം ഒരു 4-5 മണിക്കൂർ ആകുമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വരുന്നതിനാൽ എനിക്കത് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉടമ്പടി എടുക്കാതെ പോയി. ഒക്ടോബർ 3-ാം തീയതിയാണ് ഞാൻ തിരികെ വന്ന് ഇവിടെ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ വന്നു. നൈറ്റ് ട്രെയിനിൽ 3 മണിക്ക് ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനിലെത്തി. ഇവിടെ 4:30-5 മണിയോടെ എത്തി. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ച് എൻ്റെ സണ്ണിലേക്ക് അവിടെ ജോലി കിട്ടണമെന്നും പറഞ്ഞാണ് ഞാൻ മെയിനാக പ്രാർത്ഥിച്ചു. ഞാൻ ഒക്ടോബർ 10-ാം തീയതി 3-ാം തീയതി ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഫുള്ളാവേ ഒക്ടോബർ 10-ന് എൻ്റെ മരുമോന് ജോലി ലഭിക്കണമെന്നുള്ളത്. ഞാൻ ഒക്ടോബർ 10 പറയുന്നതിന് മുമ്പേ എൻ്റെ ടങ്ക് സ്ലിപ്പായി പോകുന്നത് ഡിസംബർ 10 ആയിരിക്കും. തിരുപ്പിയും ഞാൻ 3 പ്രാവശ്യം അതേപോലെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഡിസംബർ 10 വരും. അപ്പോൾ ഞാൻ ഇതെന്താ ഡിസംബർ 10 എന്നുള്ളതെന്ന് വിചാരിച്ചു. പിന്നെയും 2 മാസം ഉണ്ടല്ലോ, ഇത് ഇതുവരെയ്ക്കും നീണ്ടുപോയാൽ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാതാവായിരിക്കാം ആ ഡേറ്റ് തന്നതെന്ന് തോന്നുന്നു. കറക്റ്റാണ് ഡിസംബർ 9-നാണ് എൻ്റെ സണ്ണിലേക്ക് ജോലി കിട്ടിയത്. സോ അതും എനിക്ക് വന്ന് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇതില്ലാതെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് സ്റ്റൊമക്കിൽ വൻകുടലിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. രാജഗിരി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. വൻകുടൽ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയി തേനും ഉപ്പുമാണ് കൊടുത്തിട്ട് ചേട്ടനും എനിക്ക് വേണ്ടി 5:30 മണിക്ക് എണീറ്റ് ആ പ്രാർത്ഥന ചൊല്ലും. ഈ തേനും ഉപ്പും കഴിക്കും. പക്ഷേ കീമോയോ റേഡിയേഷനോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ക്യാൻസർ ആയിരുന്നു. ലാസ്റ്റ് ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരിയിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റേതായ യാതൊരു ലക്ഷണവുമില്ല. സെക്കൻഡ് സ്റ്റേജിൽ ഇരുന്നേ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അസുഖം ക്യാൻസർ സംബന്ധിച്ചുള്ള ഒരു അസുഖവും എൻ്റെ ചേട്ടനില്ല. അങ്ങനെ ഒരു റേഡിയേഷനോ കീമോയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ അത് എടുക്കാനായിട്ട് ഞങ്ങൾക്കും ഇഷ്ടമില്ലായിരുന്നു. ചേട്ടൻ ഹാർട്ട് പ്രോബ്ലം ഉള്ള വ്യക്തിയാണ്. അല്ലാതെ തന്നെ നിറയെ പ്രഷർ അങ്ങനത്തെയൊക്കെ നിറയെ പ്രോബ്ലംസ് ഉണ്ട്. ഈ കീമോയോ റേഡിയേഷനോ ഒക്കെ എടുത്ത് ഞങ്ങൾ ചേട്ടൻ കുറച്ച് നാൾ പോലും നിൽക്കത്തില്ലെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഒന്നിനും ഞങ്ങൾ നിന്നില്ല. 5:30 മണിക്ക് ചേട്ടൻ എന്നോടൊപ്പം, ഞാൻ ചെന്നൈയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ചേട്ടൻ പാലക്കാട് ചേട്ടനും 5:30 മണിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഞാൻ കൊണ്ടുപോയി കൊടുത്ത ഉപ്പും തേനും കഴിക്കും. അതേപോലെ നവംബറിൽ തിരിച്ച് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ചേട്ടനെയും കൂട്ടി കൃപാസനത്തിൽ വരണമെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് നവംബറിൽ ചേട്ടനും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ചേട്ടനെയും കൊണ്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. അതിന് ശേഷമാണ് രാജഗിരിയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു അസുഖവും ചേട്ടനില്ല. അവരെ കൊണ്ട് ഇപ്പോഴും ഇവിടെ വരാൻ പറ്റത്തില്ല. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് സ്ട്രെയിറ്റാണ് വന്നിരിക്കുന്നതാണ്. പിന്നെ അതില്ലാതെ ഇപ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ജനുവരി 16-ാം തീയതി ഞാൻ ഒരു രാവിലെ, അപ്പോൾ പൊങ്കലല്ലേ തമിഴ്നാട്ടിലാകുമ്പോൾ പൊങ്കലിൻ്റെ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. സെലിബ്രേഷന് 2-3 ദിവസം ഉണ്ടായിരുന്നു. 16-ാം തീയതി ഞാൻ രാവിലെ അന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ സൈഡിൽ ഈ വലത് ഭാഗത്ത് ഞാൻ കിടക്കുന്നിടത്ത് മാതാവിൻ്റെ ഒരു ഇത് കണ്ടിട്ട്, നോർമലായി നമ്മളുടെ ക്രിസ്ത്യൻസിനെല്ലാം അറിയാം, മന്ത്രകോടി കൊണ്ടുവരുന്ന ഒരു ബാസ്ക്കറ്റുമായിട്ടാണ് മാതാവ് വരുന്നത്. അപ്പം എനിക്ക് എന്തോ ഗിഫ്റ്റും കൊണ്ട് വരുവാണല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ സെൻറ്റ് മേരീസ് മാതാവിൻ്റെ അടുത്ത് ഒരു പിങ്ക് കളർ ഒരു സ്റ്റാൾ കാണും. ആ സ്റ്റാൾ ഇങ്ങനെ മാതാവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വീഴുന്നതും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റും കൊണ്ട് വരുന്ന, അപ്പം ഞാൻ പലതും ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് പല ഗിഫ്റ്റുകളാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഫെബ്രുവരിയിൽ അറിയുന്ന എൻ്റെ മകൾ സെക്കൻഡ് കൺസീവ് ആയിരിക്കുന്നെന്നും ഇപ്പോൾ അവൾക്ക് 5 മാസമാണ്. ഇതിലെല്ലാത്തിലും ഉപരിയായി എനിക്കിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ചെന്നൈയിൽ. ഞാൻ ട്രാവൽസ്മാൻ ആണ്. എനിക്ക് 57 വയസ്സുണ്ട്. ഞാൻ തെറ്റില്ലാത്ത നല്ലൊരു സാലറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെസഹ വ്യാഴാഴ്ച അന്നേക്ക് എനിക്ക് വന്ന് വേറൊരു കമ്പനിയിൽ നിന്നും ഒരു ഓഫർ വന്നിരിക്കുന്നു. എനിക്കത് പ്രതീക്ഷിക്കാൻ കൂടെ സാധിക്കത്തില്ല. കാരണം ഇന്നേക്ക് ഒത്തിരി പഠിച്ചവങ്ങൾക്കും അത്രയും വലിയൊരു ഓഫർ കിട്ടത്തില്ല. നിങ്ങൾ ഞങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഫെബ്രുവരി പെസഹ വ്യാഴാഴ്ചയായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച നിങ്ങൾക്ക് ഫോൺ ചെയ്തു. തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു, തിരിച്ചു വന്നു. അവരെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ വിചാരിക്കാത്തൊരു ടോപ്പ് സാലറിയിലാണ് എന്നെ വന്ന് അവരെടുത്തിരിക്കുന്നത്. അത് ഈ വയസ്സിലെല്ലാം എനിക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അല്ലാതെ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 57 വയസ്സിലെല്ലാം നമ്മൾ റിട്ടയർമെൻറ്റായി വീട്ടിലിരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഒരു ടോപ്പ് സാലറി കൊടുത്ത് എന്നെ ട്രാവലിംഗ് എക്സ്പെൻസും തന്ന് എനിക്ക് എല്ലാവിധ ഫെസിലിറ്റിയിലും തന്നെ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജോബ് ഓഫർ വരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഏറ്റവും വലിയ ഒരു മാതാവല്ലാതെ, അതുകൊണ്ടാണ് ഓടി ഞാൻ വന്നിപ്പോൾ എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ സാക്ഷ്യം പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതില്ലാതെ ചെറുതും വലുതുമായിട്ട് ഇനിയും എനിക്ക് നിറയെ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് ചെയ്തു തരുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളാലാകും വിധം
ഫുഡെല്ലാം വാങ്ങി റോഡിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് എല്ലാവർക്കും കൊണ്ടുപോയി 2 പേരും കൂടെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഡെയിലി എനിക്ക് കുർബാന കാണാൻ പോകാൻ പറ്റാറില്ല. എൻ്റെ ഹസ്ബൻഡ് ഡെയിലി കുർബാനയ്ക്ക് 5:45 എണീറ്റ് പോകും. എന്നാലും മാക്സിമം ഒരു 3 ദിവസം പോകാൻ പറ്റും. അതിൽ കൂടുതൽ കാരണം രാവിലെ തിരിച്ച് വന്ന് എനിക്കെല്ലാം റെഡിയാക്കി ഓഫീസിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. പിന്നെ പത്രം വാങ്ങി ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ 5 പാക്കറ്റോ 6-7 പാക്കറ്റ് വാങ്ങിക്കും. മാക്സിമം എല്ലാവർക്കും കൊടുക്കും. ക്രിസ്മസ് ടൈമിൽ ഞാൻ കാരൽസിന് ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു. മെയിനാக തമിഴ് പത്രം വാങ്ങിക്കും. മലയാളം പത്രം കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ. തമിഴ് പത്രം വാങ്ങിച്ച് മറ്റു പള്ളികളിൽ ഇംഗ്ലീഷും തമിഴുമായിട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്നാലാവുന്ന വിധം ഞാൻ മറ്റ് ഓൾഡ് ഏജ് ഹോമുകളിലും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും ബൈബിൾ വായനയും ഒക്കെ നടത്താറുണ്ട്. ഇടയ്ക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴേലും പുതുക്കുമ്പോൾ വേണം കുറച്ച് ദിവസം ചെയ്യാനായിട്ടെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് തിരിച്ചു എന്നെ മാതാവ് വീണ്ടും എനിക്കായ ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ ജോലിയെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ജോലിയല്ല. അത് എനിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് കൂടെ എനിക്കറിയത്തില്ല. ഇതെല്ലാം എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി, മറിയേ വാഴുക. ബിജു, ചെങ്ങന്നൂർ, കാരക്കാട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഇവിടുത്തെ അനുഭവസാക്ഷി ഞാൻ പറയണേ. 2022 സെപ്റ്റംബർ മാസം എൻ്റെ മോൻ കാനഡയിലേക്ക് പോകുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. അവൻ ചെന്നൈയിൽ ഓയിൽ എഞ്ചിനീയറിങ്ങിൽ മാസ്റ്റർ ബിരുദം എടുത്ത് അതിനുശേഷം ഹയർ സ്റ്റഡിക്ക് വേണ്ടി കാനഡയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു 2022. അതായത് സെപ്റ്റംബറിലാണ് അത് സ്റ്റാർട്ടായത്. അതായത് ഒക്ടോബറിൽ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ടായി. 50 ദിവസത്തിന് ശേഷം ആ വിസ റിജക്റ്റായി വന്നു. അതിനുശേഷം ഞാൻ യൂട്യൂബ് കാണാറുണ്ട് കൃപാസനത്തിൽ. അപ്പോൾ എൻ്റെ വൈഫ് UP ഗവൺമെൻറ് സർവീസ് ജോലി, അവൾ ജനുവരി ആയപ്പോൾ വന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയുടെ ഒരു ഉടമ്പെഴുത്ത് മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചാലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ശരി നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വന്ന് മോൻ്റെ കാര്യത്തിന് വേണ്ടി 17-ാം തീയതി ജനുവരി ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയിട്ട് അവനോട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 2ാമതും വിസ അപ്ലൈ ചെയ്തു. 10 ദിവസത്തിന് ശേഷം അത് വീണ്ടും റിജക്റ്റായി വന്നു. അപ്പോൾ അവൻ പറഞ്ഞു പപ്പ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഒരു പ്രാവശ്യത്തെ ചാൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നമ്മൾ മാതാവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ എല്ലാ രീതികളിലും എല്ലാ ക്രിയകളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളൊന്നും മുടക്കുന്നില്ല. നമ്മൾ അതുപോലെ തന്നെ പത്രങ്ങളും പാട്ട് ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിട്ട് എന്നിട്ടും മാതാവ് നമ്മളെ കൈവിടുന്നു. അപ്പം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് നമ്മളെ കൈവിടില്ല. നീ ഒന്നുകൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ അവൻ ഫെബ്രുവരി 21-ാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനും മകനും കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പേര് പോലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, 3ാമത് അവന് തീർച്ചയായിട്ടും അവന് വിസ വന്നിരിക്കും, ഇത് ഉറപ്പാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കും. അങ്ങനെ ചേട്ടൻ ധൈര്യമായിട്ട് പോവുക. അങ്ങനെ അവൻ്റെ വിസ ഫെബ്രുവരി 21-ന് അപ്ലൈ ചെയ്തു. മാർച്ച് 8-ാം തീയതി അവന് വിസ വന്നു. ഇതെല്ലാം ഈശോയുടെയും മാതാവിൻ്റെയും കാര്യമാണ്. 1000 കോടി മാതാവിന് ഈശോയ്ക്ക് നന്ദി. അങ്ങനെ അതിനുശേഷം 3 ദിവസമേ അടുത്തുള്ള ആ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ എൻ്റെ മകൻ ഈ മാസം 28-ാം തീയതി അവൻ കാനഡയിലേക്ക് പോവുകയാണ്. ഇതെല്ലാം അമ്മയുടെയും ഈശോയുടെയും കാരുണ്യമാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നു. ഞങ്ങൾ അമ്മയോട് ഈശോയും ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഉപ്പും ഈ തേനുമൊക്കെ അവർക്ക് കൊടുത്ത് അവർ ഇപ്പോൾ സന്തോഷപൂർവ്വമായിട്ടും വളരെ സമാധാനപൂർവ്വമായിട്ട് അവർ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മാതാവിനോടും ഈശോയോടും ഉറച്ച വിശ്വാസത്തിൽ എന്നും കടപ്പെട്ടവരായിരിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദികൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു.